സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും ഒക്കെ തന്നെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് നടന്നത്. ഇന്നലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് LDFന്റെ ഭരണത്തിലുള്ള ഒരു പഞ്ചായത്താണ് മറ്റത്തൂര്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ് വന്നപ്പോൾ ആകെയുള്ള 24 വാർഡുകളിൽ 10 LDFും 8 UDFും 4 BJPയും 2 മറ്റുള്ളവരും സ്വന്തമാക്കി. അതായത് 13 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് വേണ്ടത് അവിടെ ഭരിക്കാൻ. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. 10 സീറ്റ് നേടി LDF ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് അവിടെയുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് ചില മാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുകയും കോൺഗ്രസിന്റെ UDFന്റെ 8 അംഗങ്ങൾ BJPക്കൊപ്പം ചേർന്നുകൊണ്ട് അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിച്ചത് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിമതരായിട്ട് മത്സരിച്ചവരാണ്. അവർ രണ്ടുപേരും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളെ പിടിച്ച് പ്രസിഡന്റ് പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് LDF ഒരു കരുനീക്കം അവിടെ നടത്തി. അതായത് ഭരണം നിലനിർത്താനുള്ള ഒരു നീക്കം LDF അവിടെ നടത്തി. ഇതിന് മറുപടി എന്നതാണ് രണ്ടാമത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അത് കോൺഗ്രസിന്റെ വിമതയായിട്ട് ജയിച്ച വനിത, അവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ഈ പറയുന്ന 8 അംഗങ്ങൾ ഒരു നീക്കം നടത്തിയത്. അത് പാർട്ടിയുടെ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ ഉള്ള എന്തെങ്കിലും നിർദ്ദേശപ്രകാരമോ അവരോട് കൂടിയാലോചിച്ചൊന്നും ആയിരുന്നില്ല. അത് BJP നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അതായത് ഈ പറയുന്ന 8 അംഗങ്ങളും UDFന്റെ 8 അംഗങ്ങളും കോൺഗ്രസിന്റെ അംഗങ്ങളാണ്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടി ജനങ്ങൾ അംഗീകാരം കൊടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിട്ട് ജയിച്ചു വന്ന ജനപ്രതിനിധികളാണ്. അവര് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് പാർട്ടിയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് അവർ സ്വമേധയാ തീരുമാനമെടുത്ത് BJPക്കൊപ്പം ചേർന്ന് അവിടെ ഭരണത്തിലേക്ക് കയറാനായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത്. അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു കാര്യമാണ്. വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കാൻ CPMനൊക്കെ തന്നെ ഒരു ആയുധമായി മാറിയ സംഭവമാണ്. എന്നാൽ ഈ വിഷയത്തില് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPക്കൊപ്പം ചേർന്നിരിക്കുന്ന ഈ 8 അംഗങ്ങൾക്കും 8ന്റെ ഒരു പണി ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പഞ്ചായത്തിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ത്രിതല പഞ്ചായത്തുകളിലെ എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പിടുമ്പോൾ 2 രജിസ്റ്ററുകളിലാണ് ഒപ്പിടുന്നത്. ഒന്ന് സത്യപ്രതിജ്ഞ രജിസ്റ്ററും മറ്റൊന്ന് കക്ഷിബന്ധ രജിസ്റ്ററുമാണ്. അതിൽ ഈ കക്ഷിബന്ധ രജിസ്റ്ററിൽ ഏത് പാർട്ടിക്കൊപ്പമാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ ഒപ്പിടുന്നത്. അത് ഈ സ്വതന്ത്രരും മത്സരം ജയിച്ചവരും ആദ്യഘട്ടത്തിൽ തന്നെ ചില പാർട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ രീതിയിൽ ഏത് പാർട്ടിയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ ഒപ്പിടാറുണ്ട്. പിന്നീട് ഇവർക്കെല്ലാം തന്നെ ആ പാർട്ടി കൊടുക്കുന്ന വിപ്പ് ബാധകമാണ്. ആ വിപ്പ് ലംഘിച്ചു കഴിഞ്ഞാൽ അവര് അയോഗ്യരാക്കപ്പെടും. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന 8 അംഗങ്ങൾക്കും വിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ വിപ്പ് ലംഘിച്ചുകൊണ്ട് നീങ്ങിയ ഈ 8 പേർക്കെതിരെയും കോൺഗ്രസിന് അവരെ അയോഗ്യരാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പാർട്ടിക്ക് സമീപിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ 8 പേരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അവർക്കെതിരായിട്ടുള്ള നടപടിക്ക് അവിടെ സാധ്യതയുണ്ട്. കാരണം പാർട്ടിയിൽ നിന്നും സ്വമേധയാ പാർട്ടി അംഗത്വം ഒഴിവാക്കിയാലും അത് അയോഗ്യതയുടെ ഒരു പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാർട്ടിയോട് ആലോചിക്കാതെ സ്വമേധയാ പാർട്ടി അംഗത്വം രാജിവെച്ചുകൊണ്ടാണ് ഈ 8 പേരും ഇന്നലെ ഈ BJPയുടെ 4 പേർക്കൊപ്പം ചേർന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. അപ്പോൾ പാർട്ടിയിൽ നിന്നും സ്വമേധയാ രാജിവെച്ചുകൊണ്ട് പോയാലും അയോഗ്യതയുടെ പരിധിയിൽ വരും എന്നൊരു നിയമമുണ്ട്. അങ്ങനെയാണെങ്കിലും ഈ 8 പേർക്കും വലിയൊരു പണിയാണ് ഉണ്ടാവുക. അയോഗ്യതാ പ്രശ്നം വന്നു കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ അവരെ അയോഗ്യരാക്കിയിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവർക്ക് 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ മത്സരിക്കാൻ സാധിക്കില്ല എന്ന് വളരെ വലിയ ഒരു സവിശേഷത കൂടിയുണ്ട്. അത് ഒക്കെ അറിയാവുന്നവരായിരിക്കണം ഇവർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ 8 പേര് കോൺഗ്രസിന് പണി കൊടുത്തതാണോ അല്ലയോ എന്നറിയത്തില്ല. എന്തായാലും ഈ 8 പേർക്ക് ഇപ്പോൾ 8ന്റെ പണി കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് വരെ ചെന്ന് പെട്ടിരിക്കുന്നത്. BJP അവിടെ വലിയ രീതിയിൽ ഭരണത്തിലേറാം എന്നുള്ള സന്തോഷത്തിലുമൊക്കെയാണ്. എന്നാൽ അവർക്ക് ആ സന്തോഷം അധികകാലം നിലനിൽക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അയോഗ്യതാ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ 8 പേരും അയോഗ്യരാകും. BJPക്ക് പുറകെ പോയി 8 പേരും അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ കുറഞ്ഞത് 6 വർഷത്തേക്കെങ്കിലും ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ സംജാതമായിരിക്കുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. കാരണം പാർട്ടിയുടെ ലേബലിൽ ജയിച്ചു വന്ന 8 പേരാണ്. അവരൊരു സുപ്രഭാതത്തിൽ എന്ത് കാരണമെന്നറിയാതെ പൊടുന്നനെ അവർ രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ
അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് ശക്തമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. വി ഡി സതീശനാണ് നിലപാട് പ്രഖ്യാപിച്ചത്. അതായത് CPM-ന്റെയോ BJP-യുടെയോ SDPI-യുടെയോ പിന്തുണയോടുകൂടി ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവിയും തങ്ങൾക്ക് വേണ്ട എന്ന വളരെ സുചിന്തിതമായ ഒരു നിലപാട് UDF കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 2-3 പഞ്ചായത്തുകളിലാണ് SDPI-യുടെ പിന്തുണയോടുകൂടി UDF-ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ ലഭിച്ചത്. അതിൽ 2ഇടങ്ങളിൽ ആ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉടനടി രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ തൃശ്ശൂരിലെ ചൊവ്വന്നൂരിൽ അതിന് അവർ തയ്യാറായില്ല. ആ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നടപടിയിലേക്ക് പോലും കോൺഗ്രസ് കടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശക്തമായ ഒരു നിലപാടാണ് പാർട്ടിക്കുള്ളത്. തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത സ്ഥലങ്ങളിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരുടെയും പിന്തുണ വേണ്ട. അവിടെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഭരണത്തിലേറട്ടെ. ഏതെങ്കിലും തരത്തിൽ BJP-യുടെയോ CPM-ന്റെയോ SDPI-യുടെയോ പിന്തുണയോടുകൂടി ഒരു തദ്ദേശ സ്ഥാപനങ്ങൾ തങ്ങൾ ഭരിക്കില്ല എന്ന വളരെ വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കോൺഗ്രസ് UDF പ്രഖ്യാപിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഈ പറയുന്ന വലിയ വായിൽ വർത്തമാനം പറയുന്ന SDPI ഒക്കെ ഭീകരവാദികളുടെ കൂട്ടത്തിൽപ്പെടുത്തുന്ന, വർഗീയവാദികളുടെ പട്ടികയിൽപ്പെടുത്തുന്ന CPM പോലും അത്തരം ഒരു പ്രഖ്യാപനം കേരളത്തിൽ എവിടെയും നടത്തിയതായിട്ട് നമ്മൾ കേട്ടില്ല. കോൺഗ്രസ് ആണ് അത്തരത്തിൽ ഒരു വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മറ്റത്തൂരിലെ 8 പേർക്കും അവർക്കെതിരായ നടപടി, ശക്തമായ നടപടി, അവരെ 8 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് കൂട്ടുനിന്ന ചില DCC-യുടെ ജനറൽ സെക്രട്ടറിയെയും മണ്ഡലം പ്രസിഡന്റെയും ഒക്കെ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ നടപടികളുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്തായാലും മറ്റത്തൂരിൽ പാർട്ടിക്ക് പണി കൊടുക്കാൻ നോക്കിയ ഈ 8 പേർക്കും താമസിയാതെ തന്നെ 8ന്റെ ഒരു പണിയാണ് വരാൻ ഇരിക്കുന്നത്.